കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വൈറ്റ് കളറാണ് അടിക്കുന്നത്. നമ്മുടെ ക്രിസ്റ്റല്ല, നമ്മുടെ 040 എന്ന് പറയുന്ന ഇന്നോവയ്ക്ക് വരുന്ന വൈറ്റ് കളറാണ് നമ്മളിവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അടിക്കുന്ന രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നർ വശങ്ങളിലാണ് ആദ്യം അടിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ടാണ്, നമ്മളിപ്പോൾ ഡോറും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ട് എൻ്റെ പെയിൻറ്റിങ് ചെയ്യാത്തത് എന്നുള്ളൊരു ഡൗട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഡോറും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് നമുക്ക് പെയിൻറ്റിങ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ ഈ ഒരു ഇന്നോവ ഫുൾ പെയിൻറ്റിങ്ങിനായിട്ട് വാങ്ങുന്ന ചാർജ് എന്ന് പറയുന്നത് 45,000 രൂപയാണ്. 45,000 നമുക്ക് ഫുൾ പെയിൻറ്റിംഗ് ആയിട്ട് വാങ്ങുന്ന ചാർജ്. ഇതിൽ നമ്മൾ ക്യാപ്സിയുടെ പെയിൻറ്റോ കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ 3Mൻ്റെ വാക്സ് പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ. അപ്പോൾ ഡോറും കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മൾക്ക് പെയിൻറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ 45 എന്നുള്ള വശത്ത് നമുക്ക് ഏകദേശം 60-65 രൂപ അടുത്ത് എക്സ്പെൻസീവ് കാര്യങ്ങൾ വരും. കാരണം അത്രയ്ക്കും ലേബർ എക്സ്പെൻസ് കൂടുതലായിരിക്കും. 2-3 പ്രാവശ്യം വണ്ടി ബൂത്തിലേക്ക് കയറ്റുന്നതായിട്ട് വരും. ആദ്യം ഫ്രെയിം അടിക്കേണ്ടി വരും, അതിനുശേഷം ഡോറുകൾ അടിക്കേണ്ടി വരും, അതിനുശേഷം ബമ്പറുകൾ അടിക്കേണ്ടി വരും. അങ്ങനെ 3 തവണ നമുക്ക് ബൂത്ത് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ലേബർ എക്സ്പെൻസ് കാര്യങ്ങൾ കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ 45 എന്ന ബഡ്ജറ്റിൽ ഡോർ അയക്കാണ്ട് പെയിൻറ്റിങ് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ പെയിൻറ്റിങ് ചെയ്താലും വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മളിപ്പോൾ ചെയ്ത രീതിയിൽ നിങ്ങൾ നോക്കണമെങ്കിൽ കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഡോറിൻ്റെ ഇന്നർ വശങ്ങളാണ് അടിച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾക്ക് ഈ വണ്ടി ബ്ലാക്ക് കളർ വണ്ടിയായിരുന്നു, ഇപ്പോൾ കളർ ചേഞ്ച് ആണ്. അപ്പോൾ ഇപ്പോൾ ഇന്നർ വശങ്ങളിൽ അണ്ടർ കോട്ടും കാര്യങ്ങളൊക്കെയാണ് അടിക്കുന്നത്. അപ്പോൾ ഈ വശങ്ങൾ നമ്മൾ മാസ്കിങ് ചെയ്തു, ഡോർ ഇങ്ങനെ ഫുൾ ഓപ്പൺ ചെയ്ത് ഇന്നർ വശങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഫസ്റ്റ് കോട്ട് അണ്ടർ കോട്ടാണ് അടിച്ചിരിക്കുന്നത് കേട്ടോ. ഈ രീതിയിലാണ് ഫസ്റ്റ് അടിക്കുക. അതിന് ശേഷം നമ്മൾ ഔട്ടർ ബോഡി അടിക്കും കേട്ടോ. ഒരു വണ്ടിയുടെ പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഗ്ലോ ഫിനിഷിങ് ഫുള്ളായിട്ട് നമ്മൾക്ക് പുറത്തേക്ക് എടുക്കാനാണ്. നമ്മൾ എത്ര എക്സ്പേർട്ട് പെയിൻറ്റിങ് ചെയ്താലും ചെറിയ രീതിയിൽ നമ്മൾക്ക് ആ ഒരു പെയിൻറ്റ് ചെറിയ രീതിയിൽ താഴത്തേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ നിൽക്കും. ക്ലിയർ കോട്ടും കാര്യങ്ങളൊക്കെ അടിക്കുമ്പോൾ അപ്പോൾ ഒരു ബ്ലർനെസ് ആയിരിക്കും. നമ്മളിപ്പോൾ ഫേസും കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ ഒരു ബ്ലറായിട്ട് നിൽക്കുന്ന രീതിയിലായിരിക്കും ആ ഒരു സർഫസ് നിൽക്കുക. അപ്പോൾ അതിൽ നിന്ന് നമ്മൾക്ക് ആ ഒരു ഫുള്ളായിട്ടുള്ള ഗ്ലോ ഫിനിഷിങ് കിട്ടണമെങ്കിൽ നമ്മൾ നേരിയ രീതിയിൽ അതിനെ കട്ട് ചെയ്ത് ലെവൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അടുത്ത നമ്മളുടെ ഈ ഒരു വണ്ടിയുടെ പ്രോസസ്സ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. നമ്മൾ അടിച്ചിടുന്ന പെയിൻറ്റ് അത് നമ്മൾ അടിച്ച് പിറ്റേ ദിവസമല്ലായിട്ട് നമ്മൾ കട്ട് ചെയ്യണത്. ഒരു ദിവസത്തോളം നമ്മൾ വണ്ടി 24 മണിക്കൂറോളം എന്തായാലും പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി അങ്ങനെ തന്നെ ഇടണം, ഒന്നും ചെയ്യരുത്. അതിന് ശേഷം ഒരു 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ 2000 ml യൂസ് ചെയ്തിട്ട് നോർമലായിട്ട് കട്ട് ചെയ്യാം. വാട്ടർ ശരിയായ രീതിയിൽ വാട്ടറും കാര്യങ്ങളൊക്കെ അടിച്ച് നോർമലായിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നുള്ള പ്രോസസ്സാണ് അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഇതിൻ്റെ പോളിഷിങ് ചെയ്യേണ്ടത് നോർട്ടോൺ റബ്ബിങ് യൂസ് ചെയ്തിട്ടാണ്. ഇത് റബ്ബിംഗ് ആണ്. ഇതിന് ശേഷം നമ്മൾ വാക്സ് അപ്ലൈ ചെയ്യും കേട്ടോ. നമ്മൾ റബ്ബിങ്ങും കാര്യങ്ങളൊക്കെ അടിക്കുമ്പോൾ നമ്മൾ ഏതൊരു വണ്ടി അടിക്കുമ്പോഴും നമ്മൾ പ്രോപ്പറായിട്ട് അതിൻ്റെ ഷാർപ്പ് ഏരിയകളിലൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ അടിച്ച് അത് ഫിനിഷ് ചെയ്തതിന് ശേഷം ഓരോ പാനലുകളും ഡോറ് ഫിനിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡോറ് അല്ലെങ്കിൽ ബാക്കി ക്വാർട്ടർ ഫിനിഷ് ചെയ്തതിന് അവിടെ ഓരോ പാനലുകളിലെ ഗ്യാപ്പുകൾ അപ്പം നമ്മൾ ക്ലീൻ ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട് കേട്ടോ. കോട്ടൺ പേസ്റ്റ് യൂസ് ചെയ്ത് തുടച്ച് ക്ലിയർ ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ അത് ഉറച്ചിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്, ശ്രദ്ധിക്കണം. നമ്മുടെ അലോയ് വീലിൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ റിമൂവർ യൂസ് ചെയ്തിട്ട് റിമൂവ് ചെയ്യാണ്. കാരണം അല്ലെങ്കിൽ നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ പിരിഞ്ഞ് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത് റിമൂവറാണ്. അപ്പോൾ അത് ഇട്ടിട്ട് ഇപ്പോൾ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാബട്ടെ അതിൻ്റെ ഫൈനൽ ഫിനിഷിങ്ങിലൊക്കെയാണ്. ഇട്ടിട്ട് നമ്മൾ റബ്ബിങ്ങും കാര്യങ്ങളും ഇപ്പോൾ നോർട്ടോൺ റബ്ബിങ് യൂസ് ചെയ്തിട്ടാണ് റബ്ബിങ് ചെയ്തത്. നിങ്ങൾ നേരത്തെ കണ്ടിരിക്കും.
അപ്പോൾ റബ്ബിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം പിന്നീട് ചെയ്യണതാണ് വാറ്റ്സ് അപ്ലൈ ചെയ്യുക. പക്ഷേ വാറ്റ്സ് നമ്മൾ റബ്ബിങ് കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടി അതിൻ്റെ കോർണർ വശങ്ങളെല്ലാം നല്ല രീതിയിൽ ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഈ ഡോറിൻ്റെ വശങ്ങളൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ അത് തുടച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം റബ്ബിങ് പറ്റിപ്പിടിക്കാനും പിന്നെ അതിൻ്റെ എമിരിയും കാര്യങ്ങളൊക്കെ ഗ്യാപ്പുകളിലേക്ക് ഇറങ്ങാനൊക്കെ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ അപ്പോൾ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റബ്ബിങ് കഴിഞ്ഞ ശേഷം പിന്നീട് സെറ്റിങ് കഴിഞ്ഞ ശേഷം വണ്ടി വാഷിങ്ങിലേക്ക് വിടാം. അതിന് ശേഷമാണ് വാറ്റ്സ് അപ്ലൈ ചെയ്യേണ്ടത്. നമ്മൾ റബ്ബിങ് ചെയ്തു അതിന് തൊട്ടപ്പുറത്ത് തന്നെ വാറ്റ്സും കൂടി അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഫിനിഷിങ് കിട്ടില്ല. റബ്ബിങ് ചെയ്ത വണ്ടി എന്തായാലും വാഷ് ചെയ്തിരിക്കണം. വാഷ് ചെയ്തതിന് ശേഷം 3Mൻ്റെ വാറ്റ്സ് പോളിഷിങ്ങാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ വൈറ്റ് വണ്ടിയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിരിക്കും. അപ്പോൾ ഒരു ബ്ലാക്ക് ഇന്നോവയായിരുന്നു, അതിനെ വൈറ്റ് കളറിലേക്ക് ചേഞ്ച് ചെയ്തു 040 എന്ന് പറയുന്ന കളറിലേക്ക്. അപ്പോൾ അങ്ങനെ ആ ഒരു വണ്ടി ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തു. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഗ്യാരേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോഴത്തെ പുതിയ ഗ്യാരേജിൻ്റെ ഒരു വണ്ടിയും കൂടി ഇന്ന് ഡെലിവറി ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോയും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണിച്ചു തരാം. ഒരു ഗ്രേ കളറിലേക്കാണ് ആ വണ്ടി കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. സിൽവർ ആ ഗ്രീൻ ഷെയ്ഡ് പറഞ്ഞ ഒരു സിൽവർ വണ്ടി ഉണ്ടല്ലോ, ആ ഒരു കളർ വണ്ടിയായിരുന്നു. അതിനെ നമ്മൾ ഗ്രേ കളറിലേക്ക് ചേഞ്ച് ചെയ്തു. അപ്പോൾ അതങ്ങനെ നമ്മളെ ഫൈനലായിട്ടുണ്ട് വണ്ടി. നല്ല രീതിയിൽ പാച്ച് വർക്ക് ഉണ്ടായിരുന്ന വണ്ടി, ഏകദേശം ഒരു 12,000 രൂപയുടെ അടുത്ത് പാച്ച് വർക്ക് മാത്രം ഉണ്ടായിരുന്നൊരു വണ്ടിയാണ്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നോർമൽ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുമുണ്ട്. സ്റ്റിച്ചിങ് ചെയ്താൽ ചെയ്തിരിക്കുന്നത് കേട്ടോ. നോർമൽ കവറല്ല, സ്റ്റിച്ചിങ് ചെയ്ത സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വണ്ടി നിങ്ങളെ കാണിക്കാം.